this is Sonu Ben with my little Benny. She is my Pampati. അങ്ങനെ നമ്മൾ GM ഡയറ്റിൻ്റെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. വേറെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി ബിസി ആകുമ്പോഴത്തേക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിരാശ തോന്നും. വേറെയുള്ള സ്ട്രെസ്സുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേണ്ട, ഇത് ചെയ്യണ്ട. ഇത്തിരി മുന്നേ വരെ ഞാൻ വിചാരിച്ചു ചെയ്യണ്ട, എന്തിനാ ചെയ്യുന്നത്, നോർമലായിട്ട് എന്തെങ്കിലും കഴിച്ചു പോയി ക്രാഷ് ഡയറ്റൊക്കെ എന്തിനാ ചെയ്യുന്നത്, നിർത്തിയേക്കാം. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടൊന്നും ഇല്ല. അപ്പം പിന്നെ അങ്ങ് നിരാശ തോന്നിയിട്ട് ഇതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനായിട്ട് തോന്നുക. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക. എനിഹൗ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് GM ഡയറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോയാണ്. ഞാനൊരു പൊട്ടറ്റോ മൈക്രോവേവ് ചെയ്യാൻ പോവാണ്. എനിക്ക് ബേക്ക് ചെയ്യാനൊന്നും അതിന് ഓവനൊന്നും കഴുകാൻ വയ്യ. ഞാൻ മൈക്രോവേവിലേക്ക് നേരെ അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ്സ് കൊണ്ട് അതൊക്കെ ആവും. ഞാൻ എന്താ നമ്മുടെ സാധാരണ മൈക്രോവേവ് ഓവനിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ 3 മിനിറ്റ്സ് വെച്ചേക്കാം. 3 മിനിറ്റ്സ് വയ്ക്കുമ്പോൾ ഇത് കുക്കായിട്ട് വരും. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ. നല്ല ചൂടാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. നമ്മുടെ ലഞ്ച് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. സ്പിനച്ച് സൂപ്പാണ്. സ്പിനച്ച് ടൊമാറ്റോ മാത്രമേ ഉള്ളൂ അതിനകത്ത്. സ്പിനച്ച് ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് അതിനകത്തൊരു ടൊമാറ്റോ ആഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി. ഞാൻ എന്താ കഴിക്കാൻ പോവാണ്. ഞാനങ്ങനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് ഞാൻ സോൾട്ടും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ചെറുതായിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു, എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതാ ബെനി ബേബി വന്നിട്ടുണ്ട്. ബെനി ബേബി ഓൾറെഡി കഴിച്ചതല്ലേ പൊട്ടറ്റോയും ചിക്കനും. എന്നിട്ട് പിന്നെ എന്തിനാ വന്നേക്കണേ? വേണോ? കൈ ഇടരുത്, നല്ല ചൂടാണ്. അമ്മയ്ക്ക് വിശക്കുന്നുണ്ട്, ഇവിടെ ഒന്നോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ലഞ്ച്. അപ്പം നമുക്ക് ലഞ്ചിന് ശേഷം കാണാം. അങ്ങനെ GM ഡയറ്റിൻ്റെ സെക്കൻഡ് ഡേയിലെ ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം ഡിന്നറിൻ്റെ സമയമായപ്പോൾ എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നേരത്ത് ബെനി ബേബി തോളത്ത് കയറിയിരിക്കുക. ഞാൻ ഫോണ് തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബെനി ബേബി എൻ്റെ അടുത്ത് വരും. അപ്പോൾ അവൾ കിടന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. പക്ഷെ സാരമില്ല, ഞാൻ ലഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്യാരറ്റ് കഴിച്ചായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ചില സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ഓർമ്മയിലേക്ക് ഞാൻ ക്യാരറ്റ് എടുത്തു എന്ന് പറയുന്നത് കാരണം എന്താ പറയുക, നമ്മളിപ്പം ലഞ്ച് കഴിച്ചിട്ട് ഓൾ ദ വേ ഡിന്നറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഒരു ക്യാരറ്റാണ് നമ്മൾ കഴിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹങ്കർ കില്ലാവും, നമ്മൾ സാറ്റിസ്ഫൈങ് ആവും. പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചാൽ മതി. എപ്പോഴും ചില സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ബ്രോക്കലി. ബെൻ ബേബിക്ക് ഇഷ്ടമാണ് ബ്രോക്കലി അല്ലേ? ഇഷ്ടമാണോ? ഇഷ്ടമാണ് ബ്രോക്കലി. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് കഴിക്കില്ല, ഞാൻ മൈക്രോവേവ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. ഓക്കെ, കുക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പം ബ്രോക്കോളി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ GM ഡയറ്റിൻ്റെ ഈ പറയുന്ന പോലെ സെക്കൻഡ് ഡേയും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ
തേർഡ് ഡേ ആണ്. തേർഡ് ഡേയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാം. അപ്പം നാളെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ. സൈനിങ് ഓഫ് പ്ലം പാറ്റി.